ഈശോയേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നോമ്പുകാലത്തിൻ്റെ 3-ാം ഞായറാഴ്ചയിലേക്ക് നാം കടക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത്. ഈശോയുടെ പീഡാനുഭവ ഉത്ഥാന പ്രവചനം, അതിൽ 3-ാം പ്രവചന ഭാഗമാണ് നമ്മൾ ശ്രവിക്കുന്നത്. ഈശോയ്ക്ക് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു വലിയ കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. അവിടുന്ന് ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ്? വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ അവിടുന്ന് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും വന്നിരിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഈശോയുടെ ലക്ഷ്യം തൻ്റെ ജീവൻ ബലിയായി നൽകുക എന്നുള്ളതായിരുന്നു. ഈ ലോകത്തിൽ എല്ലാവരും ജനിക്കുന്നത് ജീവിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഈശോ ജനിച്ചത് മരിക്കുവാൻ, ത്യാഗപൂർവമായ ഒരു മരണത്തിലൂടെ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ പറയുന്നുണ്ട്. കർത്താവിൻ്റെ ആ വലിയ ലക്ഷ്യം അവിടുന്ന് പല പ്രാവശ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. 1-ാം പ്രവചനം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. 22 വരെയുള്ള മുതലുള്ള വാക്യങ്ങളിൽ 1-ാം പ്രവചനത്തിന് ശേഷം സംഭവിച്ച ശിഷ്യന്മാരുടെ പ്രതികരണം, പത്രോസ് ഈശോയെ മാറ്റി നിർത്തി, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. കാരണം അവർക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈശോ പറഞ്ഞു, മത്തായി 16:23, സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. അപ്പോൾ ഈശോയ്ക്ക് നേരിട്ട മറ്റൊരു പ്രലോഭനം പോലെയാണ് അവിടുന്ന് കാണുന്നത്. നീ എനിക്ക് പ്രതിബന്ധമാണ്, നിൻ്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. അങ്ങനെ കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. 25-ാം വാക്യം. ആരെങ്കിലും സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവർ അത് കണ്ടെത്തും. അപ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ഒരു ഉന്നതമായ ശിഷ്യത്വത്തിൻ്റെ വിളിയിലേക്ക് കടന്നു വരുവാൻ ആവശ്യപ്പെടുകയാണ്. ശിഷ്യത്വം വെറും ബാഹ്യമായ ഒരു അനുഗമനമല്ല, ആന്തരികമായ ഒരു അനുധാവനമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. 2-ാമത്തെ ആ പീഡാനുഭവ ഉത്ഥാന പ്രവചനം, വാസ്തവത്തിൽ പീഡാനുഭവ പ്രവചനം എന്ന് പറയുമെങ്കിലും ഉത്ഥാന പ്രവചനമാണ് ഇവയെല്ലാം. അത് കേൾക്കുമ്പോൾ ശിഷ്യന്മാരുടെ പ്രതികരണം നോക്കുക. മത്തായി 17:23, ഇത് കേട്ട് അവർ അതീവ ദുഃഖിതരായി തീർന്നു. അപ്പോൾ ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും എന്ന വലിയ രഹസ്യം അത് മനസ്സിലാക്കുവാൻ ശിഷ്യന്മാർ വിമുഖരായിരിക്കുന്നു. കാരണം അവർ ലൗകികമായി ചിന്തിക്കുന്നു. ഈ നോമ്പ് കാലത്ത് നാം ദൈവികമായി ചിന്തിക്കണം. ദൈവികമായ ചിന്തയിലേക്ക് നമ്മെ ആനയിക്കുകയാണ് ഈ വചനങ്ങൾ. ഈശോ പറയുകയാണ്, തൻ്റെ 12 പേരെ കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് പോകുമ്പോൾ 18-ാം വാക്യം, ഇതാ നാം ജെറുസലേമിലേക്ക് പോകുന്നു. സുറിയാനി ബൈബിളിലും പല ഇംഗ്ലീഷ് വേർഷനിലും കാണുന്നത് ഇതാ നാം ഓർസലേമിലേക്ക് കയറുന്നു എന്നാണ്. അത് മലമുകളിലാണല്ലോ ഓർസലേം സ്ഥിതി ചെയ്യുന്നത്. ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി ഈശോ കയറുകയാണ്. എന്തിനു വേണ്ടിയാണ്? പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും അവൻ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കും, വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. വളരെ വ്യക്തമായിട്ടൊരു ഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ, വളരെ വ്യക്തമായിട്ട് തൻ്റെ പീഡാനുഭവം മുൻകൂട്ടി ശിഷ്യന്മാരുടെ മുമ്പിൽ അനാവരണം ചെയ്യുകയാണ്. എന്നാൽ 3-ാം ദിവസം അവൻ ഉയിർപ്പിക്കപ്പെടും. അപ്പോൾ കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങൾ കർത്താവ് വ്യക്തമാക്കുകയാണ്. ഇത്ര വലിയ രഹസ്യം കർത്താവ് വ്യക്തമാക്കുമ്പോഴും ശിഷ്യന്മാരിൽ ചിലർ ലൗകികമായ ചിന്തയോടുകൂടി കഴിയുന്നു. അതാണ് നമ്മൾ ആദ്യം കണ്ട പത്രോസിൻ്റെ പ്രതികരണം പോലെ തന്നെ 20 മുതൽ സെബദീ പുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരോട് വന്ന് അവൻ്റെ അടുക്കൽ വന്ന് അപേക്ഷിച്ചു എന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ സെബദീ പുത്രന്മാർ തന്നെയാണ് യാക്കോബും യോഹന്നാനും അവരുടെ മുമ്പിൽ, കർത്താവിൻ്റെ മുമ്പിൽ വന്ന് അപേക്ഷിക്കുകയാണ്. യാചനാപൂർവ്വം പ്രണമിച്ചു. അവരോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ പറഞ്ഞു, നിൻ്റെ രാജ്യത്തിൽ എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവൻ നിൻ്റെ വലതുവശത്തും അവരൻ നിൻ്റെ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ. അപ്പോൾ ഈ സെബദീ പുത്രന്മാരുടെ അമ്മ ചിന്തിച്ചത്, ഈശോ മിശിഹായായി ദാവീദിൻ്റെ ഒരു വലിയ പിൻഗാമിയായി ഭരണം നടത്തും.
ആ രാജ്യത്തിലെ പ്രമുഖ സ്ഥാനം, ഒന്നാം സ്ഥാനം പത്രോസിന് ലഭിച്ചു കഴിഞ്ഞു. പത്രോസിന് താക്കോല് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ 2 മക്കൾക്ക് പ്രധാന സ്ഥാനം കിട്ടണം. മാത്രമല്ല ഈശോയുടെ ഉറ്റ അനുയായികളാണ്. രൂപാന്തരീകരണ വേളയിൽ ഈ 2 പേരെയും 3 പേരെയും കൂട്ടിക്കൊണ്ടാണ് ഈ മലയിലേക്ക് കയറുന്നത്. അതുകൊണ്ട് അവർക്കൊരു അവകാശമാണ് ഈ വലിയ സ്ഥാനം ലഭിക്കണം. അപ്പോൾ ഈശോയുടെ രാജ്യം ഒരു ലൗകിക, ഭൗതിക, ഐഹിക രാജ്യമാണ് എന്നവർ വിചാരിച്ചു. ഈശോ പറയുന്നുണ്ടല്ലോ, എൻ്റെ രാജ്യം ഐഹികമല്ല, ഒരു ഭൗമിക രാജാവാകാൻ വേണ്ടി അല്ല അവിടെ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ സങ്കല്പങ്ങളെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ടുള്ള ഒരു രാജ്യം, ഒരു മഹത്വം, ഒരു രാജ്യത്വമാണ് ഈശോ സ്വീകരിക്കുന്നതെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല. മാർ അപ്രയം പിതാവ് പറയുന്നത്, ഈ ശിഷ്യന്മാർ 2 പേരും മലമുകളിൽ മോശയും ഏലിയായും ഈശോയോട് സംസാരിക്കുന്നത് കണ്ടല്ലോ, അതുപോലെയുള്ളൊരു സ്ഥാനം അവരാഗ്രഹിച്ചു എന്നാണ്. കാരണം പത്രോസിന് സ്ഥാനം ലഭിച്ചു, ഞങ്ങൾക്കും സ്ഥാനം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈശോ കൊടുക്കുന്ന മറുപടി എന്താണ്? നിങ്ങൾ ചോദിക്കുന്ന എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാൻ കഴിയുമോ? നമുക്കറിയാം ഈശോയുടെ പാനപാത്രം അത് സഹനത്തിൻ്റെ, കുരിശിൻ്റെ പാനപാത്രമാണ്. മാറാപ്രയം പിതാവ് പറയുന്നു, കുരിശിൻ്റെ പാനപാത്രമാണ്. നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം വ്യക്തമായിട്ട് 22:42 പറയുന്നുണ്ട്, ഇത് ഞാൻ കുടിക്കുന്ന പാനപാത്രം സഹനത്തിൻ്റെ പാനപാത്രമാണ്, അത് കുടിക്കുവാൻ കഴിയുമോ? ഉടനെ അവർ പറഞ്ഞു, കഴിയും. അപ്പോൾ ഈശോ പറയുന്ന ഒരു പ്രവചനമാണ് 23-ാം വാക്യം, എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ആദ്യ രക്തസാക്ഷിയായി മാറുന്നത് ആരാണ്? നമുക്കറിയാം, അത് യാക്കോബാണ്. നടപടി പുസ്തകത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് ആരാണ്? ഈ യാക്കോബിൻ്റെ ഈ സലോമി, യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ ചുവട്ടിൽ നിൽക്കുന്നുണ്ട്. യോഹന്നാനും കുരിശിൻ ചുവട്ടിലുണ്ട്. ഏറ്റവും അവസാനം കർത്താവിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നത് തിളച്ച എണ്ണയിൽ ഇടുന്നു, അതിനുശേഷം നാട് കടത്തുന്നു, വെളിപാടിൻ്റെ പുസ്തക രചനയെല്ലാം അതിനുശേഷം ആണല്ലോ. ഏറ്റവും അവസാനം കർത്താവിൻ്റെ സന്നിധിയിലെത്തുന്നത് നമ്മളുടെ കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനാണ്. അപ്പോൾ കർത്താവിൻ്റെ ഇടതും വലത്തും ഇരിക്കാനുള്ള അവകാശം, ആ സഹനത്തിൻ്റെ പാനപാത്രം കുടിക്കുക തന്നെ ചെയ്തു അവർ. അത് കർത്താവിൻ്റെ ഒരു പ്രവചനം തന്നെയാണ്. പക്ഷേ കർത്താവ് പറയുകയാണ്, തീർച്ചയായും എൻ്റെ വലതുവശത്തും ഇരിക്കേണ്ട വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല, അത് പിതാവ് ആർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു, അവർക്കുള്ളതാണ്. അപ്പോൾ ഈശോയുടെ പാനപാത്രം, മത്തായിയുടെ സുവിശേഷം 26:41, കർത്താവ് ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണമേ. അപ്പോൾ സഹനത്തിൻ്റെ വലിയ ഒരു വേദനയുടെ, കുരിശിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകണം. ഏകാന്തതയുടെ, ഒറ്റപ്പെടലിൻ്റെ, ദുസ്സഹമായ വേദനയുടെ, സഹനത്തിൻ്റെ ഒരു മാമോദീസ കർത്താവ് മുങ്ങുന്നു. ഞാൻ മുങ്ങുന്ന മാമോദീസ മുങ്ങാൻ സാധിക്കുമെന്ന് മർക്കോസിന് സുവിശേഷം 10:38 നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ ഈ മാമോദീസ സഹനത്തിൻ്റെ മാമോദീസയാണെന്ന് മാറപ്രയം പിതാവ്, സുറിയാനി സഭാപിതാവ് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മറ്റ് 10 പേർക്കും അവരുടെ അമർഷം തോന്നി. അവർ ചോദിച്ചപ്പോൾ തന്നെ അമർഷമാണ്. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ ഉള്ളിൽ എപ്പോഴും തങ്ങളിൽ ആരാണ് വലിയവനെന്നുള്ള വലിയ തർക്കം നിലനിന്നിരുന്നു. ഈശോ തൻ്റെ ജീവിത ഭാഗതയെന്ന് അവരുടെ മുമ്പിൽ തുറന്നു കാട്ടുമ്പോൾ പോലും അവർക്ക് അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഉടനെ കർത്താവ് അവരെ തിരുത്തുകയാണ്. നിങ്ങൾ വിജാതീയ മനോഭാവം ഉപേക്ഷിക്കണം. വിജാതീയരുടെ ഭരണകർത്താക്കന്മാരാണ് പ്രമാണിത്വം, അധികാരപ്രയോഗം ഒക്കെ നടത്തുന്നത്. പക്ഷേ ഈശോയുടെ ശിഷ്യത്വം എന്താണ് ആവശ്യപ്പെടുന്നത്? നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനുമായിരിക്കണം. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത് ഈശോയുടെ ശിഷ്യന്മാർ ഈശോയെപ്പോലെ ആകണമെന്നാണ്. ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുന്നത് ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സ്ഥാനത്ത് കയറിയതിനു ശേഷം ഇറങ്ങാത്ത അവസ്ഥ. ഈ വലിയ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഏകാധിപതികളായി മാറുന്ന ഹിറ്റ്ലർ അങ്ങനെയായിരുന്നല്ലോ. ഇപ്പോൾ തന്നെ പല രാജ്യ തലവന്മാരും അവർ ഒരു തിരഞ്ഞെടുപ്പ് നാടകം നടത്തി വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കുകയാണ്. ചൈനയിലും റഷ്യയിലുമൊക്കെ, നമ്മുടെ രാജ്യത്തും അതിൻ്റെ ലാഞ്ചനകൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അധികാര സ്ഥാനത്തിരിക്കുക, മറ്റുള്ളവരെ അടിച്ചമർത്തുക, നിയന്ത്രിക്കുക, ജനങ്ങളെ ഭരിക്കുക,
ദ ലസ്റ്റ് ഫോർ പവർ, അങ്ങനെ ആ അധികാര ദുർവിനിയോഗം നടത്തുക, അങ്ങനെയുള്ളൊരു ലോകം, പ്രമാണിത്വം നടത്തുക, അതല്ല, ശുശ്രൂഷയാണ്. പ്രൈം മിനിസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നാം സേവകൻ, ഒന്നാം ശുശ്രൂഷകൻ എന്നാണ്. മിനിസ്റ്റർ, ഡിയാക്കോണിയ എന്ന ബൈബിൾ വാക്യം തന്നെ, ആ വാക്ക് തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ശുശ്രൂഷകൻ എന്നാണ് വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം. ഒന്നാമൻ ആകാൻ ആഗ്രഹിക്കുന്ന വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് ചിന്തിക്കുന്ന അവസരമാണല്ലോ അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനം. അദ്ദേഹം നവഖാലി എന്ന സ്ഥലത്തേക്ക്, ഈ വർഗീയ ലഹള നിറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയെല്ലാം മാലിന്യം വലിച്ചെറിയുകയായിരുന്നു ജനങ്ങൾ. പക്ഷേ അദ്ദേഹം ആദ്യം ചെയ്തത് അതെല്ലാം തുടച്ച് വൃത്തിയാക്കി അവിടെ ശുദ്ധീകരണം നടത്തിയതിന് ശേഷം അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും വലിയവനായിരുന്നെങ്കിലും അദ്ദേഹം ദാസനെ പോലെ എളിയ ശുശ്രൂഷ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ശുശ്രൂഷകനാകുക. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനാണ്. ദാസന്മാരുടെ ദാസൻ എന്നാണ് മാർപ്പാപ്പയുടെ പേര്, സെർവൻറ്റ് ഓഫ് ദി സെർവൻറ്റ്സ് ഓഫ് ഗോഡ്. അപ്പം ദാസ ശുശ്രൂഷ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഇന്നത്തെ ഒരു താക്കോൽ വാക്യമാണ് 20:28, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നു. ഈ മോചനദ്രവ്യം നമുക്കറിയാം, ചില ഗൾഫ് രാജ്യങ്ങളിൽ, യമനിൽ നിമിഷപ്രിയ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ജയിലിൽ കിടക്കുകയാണ്. അവർക്ക് ഈ ഡെത്ത് ബ്ലഡ് മണി അത് കൊടുത്തെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. പകരം പണം കൊടുക്കണം. ഇതുപോലെ ഒരു മോചനദ്രവ്യം കൊടുക്കുന്ന, അല്ലെ മോചനമായി കൊടുക്കുന്ന ചിന്ത, അത് പ്രത്യേകമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടീവ് സാക്രിഫൈസ്, പകരം ഉള്ള ഒരു ബലി നൽകുന്നതായിട്ട് യെശയ്യായുടെ പുസ്തകം 53:5-6 വാക്യങ്ങളിൽ, നമ്മുടെ അകൃത്യങ്ങളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ഭാരങ്ങളാണ് ചുമന്നത്, നമുക്ക് വേണ്ടി അവൻ വേദന ഏറ്റെടുത്തു. ഒരു സഹനദാസൻ. ഈശോ അങ്ങനെ മോചനദ്രവ്യമായി തീർന്നു. മറ്റുള്ളവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി തന്നെ ബലിയായി സമർപ്പിച്ചു. അപ്പോൾ ഈശോയുടെ ആ കുരിശ് മരണം അത് എന്തിനു വേണ്ടിയാണ്? എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സഹനമായിരുന്നു. മനുഷ്യപുത്രൻ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുത്തു. കാരണം ഏറ്റവും വലിയ ദൈവത്തിന് പ്രീതികരമായ ബലി, കർത്താവിന് ഇഷ്ടമനുസരിച്ച് ജീവിച്ചു, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് പാനപാത്രം സ്വീകരിച്ചു. ആ കുരിശിലെ ബലിയിലൂടെ മനുഷ്യവംശത്തെ മുഴുവൻ വിമോചിപ്പിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ആ വിമോചനമാണ് വാസ്തവത്തിൽ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കേന്ദ്ര ആശയം. കർത്താവ് വിമോചകനാണ്. അവിടുന്ന് ദാസനെ പോലെ, ശുശ്രൂഷനെ പോലെ ത്യാഗപൂർവ്വം ലോകത്തിന് രക്ഷ നൽകി. മനുഷ്യന് ഇന്ന് ഈ വിമോചനം അകലെയാണ്. സ്വയം മോചിക്കുവാൻ അവന് സാധിക്കുന്നില്ല. അവൻ്റെ സ്വാർത്ഥതയിൽ, അവൻ്റെ ദുഷ്ടതയിൽ അഭിരമിക്കുന്നു. ശാസ്ത്രയുടെ പിന്നാലെ അവൻ്റെ ജീവിതം ചെലവഴിക്കുന്നു. അവനെ നേടിയെടുക്കുവാൻ പോകുന്നു. പാപത്തിൻ്റെ വലിയ സ്വാധീനത്തിൽപ്പെട്ട മനുഷ്യനെക്കുറിച്ചാണ് ഇന്നത്തെ ലേഖനം. റോമാലേഖനം 7-13 മുതൽ പാപം അവനെ അടിമയായിട്ട് വിറ്റിരിക്കുന്നു. ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. മനുഷ്യൻ്റെ അവസ്ഥാന്തരങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. പല പല നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിലും അവന് ചെയ്യാൻ സാധിക്കുന്നില്ല. എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കുവാൻ കഴിയും, പക്ഷേ പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു വൈരുദ്ധ്യത്തിൻ്റെ തത്വം മനുഷ്യജീവിതത്തിൽ കാണുന്നു. അത് അദ്ദേഹം പറയുകയാണ് 21-ാം വാക്യത്തിൽ, ദൈവത്തിൻ്റെ നിയമം ഓർത്ത് ഞാൻ ആഹ്ലാദിക്കുന്നു, പക്ഷേ എൻ്റെ മനസ്സിൻ്റെ നിയമങ്ങളോട് പോരാടുന്ന മറ്റൊരു നിയമം, എൻ്റെ അവയവങ്ങളിൽ പാപത്തിൻ്റെ നിയമം അതാണെന്ന് കാണുന്നത്. ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? 7:24. മറുപടി ഇതാണ്. ആരാണ് മോചിപ്പിക്കുന്നത്? നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ വഴി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആ നിയമത്തിലേക്ക് കൊണ്ടുവരുവാൻ, പാപകരമായ അഭിവാഞ്ചകളിൽ നിന്നും ആസക്തികളിൽ നിന്നും ഒക്കെ മോചിപ്പിക്കുവാൻ കഴിയുന്നത് ആർക്കാണ്? മാനുഷികമായ ഇച്ഛ കൊണ്ട് തീരുമാനങ്ങൾക്ക് സാധിക്കുകയല്ല. കർത്താവിൻ്റെ ബലിയുടെ ശക്തി, കർത്താവിൻ്റെ ആ നിയമം, ആ കർത്താവിൻ്റെ നിയമം, ദൈവത്തിൻ്റെ നിയമം, അത് നമ്മിൽ പ്രവർത്തനനിരതമാകണം. അപ്പോൾ മാത്രമേ നമ്മൾ സ്വാർത്ഥതയിൽ നിന്നും തിന്മയിൽ നിന്നും പുറത്ത് കടക്കുകയുള്ളൂ. തിന്മ നിറഞ്ഞ ലോകത്തിൽ നിന്നും ദൈവം മനുഷ്യനെ, നീതിമാന്മാരായ മനുഷ്യരെ പുറത്ത് കടത്തും. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹിൻ്റെ പ്രളയകാലത്ത് നോഹിനെ ദൈവം രക്ഷിച്ചു. ഉൽപ്പത്തി 6:9 പറയുന്നുണ്ട്, നോഹ് നീതിമാനായിരുന്നു.
ആ തലമുറയിലെ കറയറ്റ മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു. അങ്ങനെ ഉള്ള ആ നോഹിനെ ദൈവം രക്ഷിച്ച ആ ചരിത്രമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ ശ്രവിക്കുന്നത്. ആ ജലപ്രളയം ഈ നീതിമാനായ നോഹിനെ ദൈവം ഈ തിന്മയുടെ ലോകത്തിൽ നിന്നും ഒരു പെട്ടകത്തിൽ കയറ്റി രക്ഷപ്പെടുത്തുന്നു. അപ്പോൾ ദൈവം തിന്മയുടെ ലോകത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്നു, അത്ഭുതകരമായി മോചിപ്പിക്കുന്നു. ആ കാര്യമാണ് നമ്മൾ ഒന്നാമത്തെ വായനയിൽ ശ്രവിക്കുന്നത്. രണ്ടാമത്തെ വായനയിലും മനുഷ്യർക്ക് ദുർഗമമായ ഇടങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. ജോഷുവ 5-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിലൂടെ ജെറീക്കോ പട്ടണത്തിൻ്റെ പതനം. അപ്പോൾ നിങ്ങൾ ജെറീക്കോ പട്ടണത്തെ കീഴടക്കേണ്ടത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ദൂതൻ യോശുവയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് നിർദ്ദേശം നൽകുകയാണ്. എങ്ങനെയാണ്? കാഹളം മുഴക്കി പട്ടണത്തിന് ചുറ്റും 7 പുരോഹിതന്മാർ ആട്ടുംകൊമ്പോടുള്ള കാഹളം പിടിച്ച് വാഗ്ദാന പീഠത്തിന് മുമ്പിലൂടെ നടക്കണം. 7 ദിവസം കാഹളം മുഴക്കണം. അങ്ങനെ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും ചെയ്യണം. അങ്ങനെ കാഹളം മുഴക്കുമ്പോൾ അവർ അട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിൻ്റെ മതിൽ നിലം പറ്റും. അപ്പോൾ യുദ്ധത്തിൻ്റെ ശക്തി കൊണ്ടോ കായബലം കൊണ്ടോ അല്ല, മറിച്ച് വാഗ്ദാന പേടകത്തിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ ദൈവത്തെ സ്തുതിയുടെ കാഹളം മുഴക്കൽ, അങ്ങനെ ആ ജെറീക്കോ പട്ടണം തകർന്നു. അങ്ങനെ അവർക്ക് അവിടെ പ്രവേശിക്കുവാൻ സാധിച്ചു. ദുർഗമമായ കോട്ടകൾ പോലും തകർക്കുവാൻ കഴിയുന്ന പ്രാർത്ഥനയുടെ ദൈവാശ്രയത്തിൻ്റെ ശക്തിയാണ്. ദുർഭകനായ മനുഷ്യൻ, എന്നെ ആര് ഈ ജീവിതത്തിൽ നിന്നും മോചിപ്പിക്കും എന്നുള്ള പൗലോസ്ലീഹായുടെ ചോദ്യം നമ്മെ മോചിപ്പിക്കുന്നത് കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളാണ്. 3 പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവിൻ്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും നമ്മൾ ശ്രവിക്കുന്നുണ്ടല്ലോ. സഭയുടെ ആരാധനാക്രമങ്ങൾ ഇതുപോലെ തന്നെ പല പ്രാവശ്യം പെസഹ രഹസ്യങ്ങളെ ഓർമ്മിക്കുന്നുണ്ട്. അന്ത്യോക്യൻ ലിറ്റർജിയിൽ നാം കേൾക്കുന്നുണ്ട്. അപ്പം വാഴ്ത്തൽ പ്രാർത്ഥനയ്ക്ക് അവസാനം കർത്താവിൻ്റെ മരണം ഞങ്ങൾ ഓർക്കുന്നു, നിൻ്റെ ഉയർപ്പിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു, നിൻ്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഉറ്റുനോക്കുന്നു. ഇതേ പ്രാർത്ഥനാ ശകലം തന്നെയാണ് റോമൻ ലിറ്റർജി പരിഷ്കരിച്ചപ്പോൾ ദ മിസ്റ്ററി ഓഫ് ഫെയ്ത്ത്, ഞങ്ങളുടെ വിശ്വാസം, കർത്താവ് നീ നിൻ്റെ ഉത്ഥാനത്തെയും നിൻ്റെ മരണത്തെയും ഉത്ഥാനത്തെയും വീണ്ടും വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു ഏറ്റു പറയുന്നു. നമ്മുടെ കുർബാനയിൽ വാസ്തവത്തിൽ 3 അല്ല 4 പ്രാവശ്യം പെസഹ രഹസ്യങ്ങൾ, പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മ അത് ആവർത്തിക്കുന്നുണ്ട്. അനാഫറയിൽ, പ്രീ അനാഫറ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ, കുർബാന സ്വീകരണത്തിന് മുമ്പുള്ള കാറസൂസായിൽ അവൻ്റെ പീഡാനുഭവം നമുക്ക് ഓർക്കാം, അവൻ്റെ ഉത്ഥാനത്തെ ധ്യാനിക്കാം. അപ്പോൾ ഈ പെസഹ രഹസ്യങ്ങളുടെ ഓർമ്മ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്ന ശിഷ്യത്വം വാസ്തവത്തിൽ ലൗകികമായ താല്പര്യങ്ങളുടെ പിന്നാലെ പോകും. അപ്പം നമ്മളുടെ ശിഷ്യത്വം മാറ്റിവരയ്ക്കപ്പെടുന്നത് പെസഹ രഹസ്യങ്ങളുടെ ഓർമ്മ നിലനിൽക്കുന്ന ഒരു ശിഷ്യത്വമാണോ എന്നുള്ളതാണ്. ഈശോ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പ്രഘോഷിച്ച് അതേ വേളയിൽ തന്നെ അതിന് വിരുദ്ധമായ ചിന്താതികളുമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് ലൗകികമായ ആവശ്യങ്ങളുമായിട്ട് ശിഷ്യന്മാർ പോകുന്ന അവസ്ഥ ഇന്നും നമ്മളുടെ ശിഷ്യത്വത്തിൽ കാണാൻ സാധിക്കും. നമ്മളുടെ ശിഷ്യത്വം ദാസ ശുശ്രൂഷ, ഈശോയുടെ ആ ശുശ്രൂഷയിലേക്ക് കടക്കണമെങ്കിൽ പെസഹ രഹസ്യത്തിൻ്റെ ഓർമ്മ, ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും, ഈശോ ജീവിക്കുന്നവനാണ്, കർത്താവ് നമുക്ക് വേണ്ടി ബലിയായി നൽകി, ആ ബലിയുടെ ആ ചൈതന്യം അനേകരുടെ മോചന മൂല്യമായി തന്നെ കർത്താവ് സമർപ്പിച്ചതുപോലെ ഈശോയുടെ ആ ബലി സമർപ്പണത്തിൽ പങ്കാളികളായി നമ്മുടെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ സേവനത്തിൻ്റെ ജീവിതത്തിലൂടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ള വലിയ സന്ദേശമാണ് ഇന്നത്തെ വചനം നമുക്ക് നൽകുന്നത്. അങ്ങനെ നമ്മെ മോചിപ്പിക്കുന്നത് നമ്മുടെ കഴിവുകളോ ആയുധബലമോ നമ്മളുടെ ബുദ്ധിയോ ഇച്ഛാശക്തിയോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്, പെസഹ രഹസ്യങ്ങളുടെ ശക്തിയാണ്. അങ്ങനെ നമ്മളുടെ ശിഷ്യത്വം വെറും ഉപരിപ്ലവമായ ഒന്നാകാതെ ആന്തരികമായ ശിഷ്യത്വം നമ്മളുണ്ടാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ആചരിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.